പല സമയത്തും നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഒക്കെ അടിച്ചിട്ടുണ്ട്, കമന്റ് വായിച്ചിട്ട് ആൾക്കാർ നമ്മൾ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്. മമ്മൂക്ക പടം കണ്ടു എന്ന് പറയുന്നത് കേട്ടു, മമ്മൂക്ക എന്നെ കണ്ടു എന്ന് പറയുന്നത് മതി, എനിക്കത് മതി. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി, നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അപ്പൊ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. മമിതയുടെ കൂടെ പണ്ട് ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കോവിഡ് സമയത്ത് 2020. മമിതയുടെ പടങ്ങളൊന്നും വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. SK സാർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ ലേറ്റ് ആയപ്പോൾ പുള്ളിക്കാരൻ വാങ്ങി തന്നു ഫുഡ്. പുള്ളിക്കാരൻ്റെ ആൾക്കാരെ കൊണ്ട് ഫുഡ് വാങ്ങിപ്പിച്ചിട്ട് സാപ്പിടുங்க എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ SK ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പുള്ളിക്കാർ പറയുന്നത് ഉണ്ട് ചേട്ടാ, ഈ കല്യാണത്തിന്റെ കുറച്ച് മറ്റേ മൊണ്ടാജും പരിപാടികളും. അപ്പൊ ഞാൻ പറഞ്ഞു മതി പുറകിലായാലും പുള്ളിയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ശ്രീരാഗമ പാട്ട് എല്ലാവരും അടുത്ത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കളിയാക്കുന്ന രീതിയിൽ സാധനം ഞാൻ ചെയ്തു. എന്താ പറയാ, നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണൻ ചേട്ടനെ ആക്കിയതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പുള്ളിയൊക്കെ ഭയങ്കര സ്പിരിറ്റിൽ അത് എടുത്തു തന്നെ. പിന്നെ എനിക്ക് എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഈ പാട്ട് പാടാൻ അല്ലെങ്കിൽ നിന്റെ മുഖം ആദ്യം പറഞ്ഞു. നസ്ലീനോട് കുറച്ചുകൂടെ ഒരു ക്ലോസ്നെസ് കൂടുതലുണ്ട്. ഭയങ്കര കൺസിഡറേറ്റിംഗ് ആണ്. ഇപ്പൊ അവനൊരു ചായ കുടിക്കുകയാണെങ്കിൽ നമ്മളോടും ചോദിക്കും. തിരിയുന്നതിലൊക്കെ ഒരു റോബോട്ടിക്, നമ്മളിങ്ങനെ തിരിയണമെങ്കിൽ ഇവർ ഇങ്ങനെ തിരിയുള്ളൂ. അത് വല്ലാത്തൊരു ഹൈ ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് വണ്ടി നിർത്തിയിട്ട് ഞാനും നസ്ലീൻ സംഗീതം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പാട്ടുകൾ പാടിയിട്ട് വേണുഗോപാൽ അദ്ദേഹത്തിനൊപ്പം പാടി, ആദ്യം പിന്നെ ടാഗ് ചെയ്തു, പിന്നെ അദ്ദേഹത്തിനൊപ്പം പാടി. ഒരു പാട്ടിന്റെ ട്യൂണിൽ മറ്റൊരു പാട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇടക്കാലത്ത്. ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് കാണാറുണ്ട്. അത് ഐഡിയ എവിടുന്നാ വന്നത്? പാടി വരുമ്പോൾ തുടങ്ങണ പാട്ടൊന്നും എൻഡിയുടെ പാട്ട് വേറെ. അത് ഞാൻ പറഞ്ഞു, ഗിരീഷിന്റെ കേസ് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഈ മ്യൂസിക് എന്തൂഷ്യാസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഈ എന്റെ കോളേജ് ടൈമിൽ മിഥുൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, വട്ടിയൂർക്കാവിലാവും. ഇപ്പം അപ്പോൾ അവൻ്റെ അച്ഛൻ മുരളി സിത്താര എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിരുന്നു, പഴയ ആകാശവാണിയിലൊക്കെ പിന്നെ വർക്ക് ചെയ്തിരുന്നു. അപ്പം അവൻ കീബോർഡ് പ്ലെയർ ഒക്കെ ആയിരുന്നു, ഇപ്പം മ്യൂസിക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും അവനും ക്ലാസ്മേറ്റ്സ് ആണ്, MG കോളേജിൽ പരിചയം. അപ്പം ഞങ്ങളുടെ മെയിൻ ഒരു ഹോബി ഈ പരിപാടി ആയിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് പാടി തുടങ്ങുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും പാട്ട് അവൻ പാടും. അപ്പോൾ ഈ അവനും ഞാനും കൂടെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് മെയിൻ പരിപാടി ഇത് തന്നെയായിരുന്നു. അപ്പോൾ അവനൊരു പാട്ട് പാടുമ്പോൾ ഞാൻ അതിൽ നിന്ന് കണക്ട് ചെയ്ത് വേറെ പാടും, അല്ലെങ്കിൽ ഞാൻ പാടുന്നത് കണക്ട് ചെയ്ത് അവൻ വേറെ പാട്ട് പാടും. ഈ സാധനങ്ങളൊക്കെ മോസ്റ്റ്ലി മനസ്സിൽ കിടന്നിരുന്ന സാധനങ്ങളാണ് പലതും. അത് നമ്മൾ കോപ്പി ആയിട്ടൊന്നും അല്ല കാണുന്നത്. ശരി, മാഷപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മാഷപ്പ് ആണിത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ സാധനം കയറി കൊളുത്തി. ഈ പറഞ്ഞ പോലെ വേണുഗോപാൽ സാറൊക്കെ കണ്ട് അത് മ്യൂസിക് ഫ്രട്ടേണിറ്റിയിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് അത് കാരണം ഉണ്ടായി. ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ചവർ സോങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. പക്ഷേ കവർ സോങ്ങുകളുടെ ഒരു സ്പൂഫ് പോലെ മറ്റേ ശ്രീരാഗമ പാട്ട് എല്ലാവരും അടുത്ത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കളിയാക്കുന്ന രീതിയിൽ സാധനം ഞാൻ ചെയ്തു. അപ്പൊ അത് ഭയങ്കര വൈറലായിരുന്നു ആ സമയത്ത്. അത് പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ അത് എന്താ പറയാ, നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണൻ ചേട്ടനെ ആക്കിയതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പുള്ളിയൊക്കെ ഭയങ്കര സ്പിരിറ്റിൽ അത് എടുത്തു തന്നെ. പിന്നെ എനിക്ക് എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഈ പാട്ട് പാടാൻ അല്ലെങ്കിൽ നിന്റെ മുഖം ആദ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേണുഗോപാൽ സാറുമായിട്ടും കൊളാബറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയത്. എനിക്കൊരു രസകരമായിട്ട് വാട്സാപ്പിന്റെ അബൌട്ട് മീ നോക്കുമ്പോൾ കാണുന്ന നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അത് നമ്മുടെ അലിബാബയും വൈഷ്ണവ ജനത്തോ അത് പാടി നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി കൽപ്പന ചേച്ചി പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇട്ടേക്കണേ. അതെന്താ എല്ലാവരും ഇംഗ്ലീഷൊക്കെ ആയിരിക്കും. അല്ല, ഞാൻ കുറെ നാൾ അച്ഛാ ടൈം ആയേക എന്നുള്ളൊരു കോട്ട് ഉണ്ടല്ലോ, മറ്റേ ഗല്ലി ബോയിലെ പാട്ട്. അതിന്റെ ഒരു മലയാള ഭാഷ തന്നെയല്ലേ ഇത്, നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അപ്പൊ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇടയ്ക്ക് വേറൊരു കോട്ടായിരുന്നു, മെല്ലെ നടക്ക ഒരു ദിവസം അവിടെ എത്തും. അങ്ങനെ ഒരു സാധനം ഞാൻ കുറെ നാൾ ഇട്ടിരുന്നത്. അങ്ങനെ അതായിരുന്നു എന്റെ കോട്ട്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഭയങ്കര സീരിയസും അല്ല, എന്നാൽ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയും വരും. എന്നാൽ അതിനകത്തൊരു സംഭവം ഉണ്ടല്ലോ, നല്ല കാലത്ത് ഗുണം വരും. അതൊക്കെ ഓക്കെ. നമുക്ക് ഈ സിനിമ തുടങ്ങിയത് ഇപ്പൊ ഹൈദരാബാദിലാണ് കൂടുതൽ ഷെഡ്യൂൾസ് പറഞ്ഞു. ആ സമയത്ത് ഞാനിപ്പോ പല ആർട്ടിക്കിളൊക്കെ വായിച്ചാണ്. ആ സമയത്ത് ഒരുപാട് പനിയും ബ്രോങ്കൈറ്റിസ് ഒക്കെ വന്ന സമയത്താണ് ഇത് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ. അപ്പൊ അത് ശരിക്കും ടഫാണ്, പ്രത്യേകിച്ച് ഹൈദരാബാദ് പോലെ ചൂടുള്ളൊരു സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യുന്ന സമയത്ത് ടഫായിരുന്നു ശരിക്കും. ടഫ് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു സീക്വൻസ്, ആ ടെറസിലെ സീക്വൻസും ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഡേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ ഷോട്ട് എടുത്തില്ല. അപ്പോൾ ഞാനൊന്ന് ഈ മറ്റേ ടെറസിൻ്റെ അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അസോസിയേറ്റ് രോഹിത്തേട്ടൻ പറഞ്ഞു, എടാ തണുത്ത കാറ്റാണ്, സൂക്ഷിക്കണം, അധികം അടിക്കേണ്ട, കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയി നിന്ന്. നെക്സ്റ്റ് ഡേ വീണു, വയ്യ, എഴുന്നേക്കാൻ വയ്യ. രാവിലെ അപ്പോൾ പനി പിടിച്ചു. വൈകുന്നേരം നൈറ്റ് ഫുള്ള് ഷൂട്ട് പോകണം. അത് ഫുള്ള് നൈറ്റ് ഷൂട്ടാണ്. വെളുക്കുന്നവരെ ലൈറ്റ് വരുന്നവരെ പൊയ്ക്കൊണ്ടിരിക്കുക. 2-3 ദിവസം ഒന്നും ഉണ്ടായിരുന്നു ഷൂട്ട്. ഇത് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ശരിക്കും അതിൻ്റെ ഒരു ഫോട്ടോ ഇപ്പം എനിക്ക് കിട്ടിയപ്പം, സ്റ്റിൽസ് കിട്ടിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. ഷോട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ കിടക്കുന്നു, നിൽക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഷോട്ട് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കിടക്കും. അവർ മറ്റെന്തെങ്കിലും കട്ടൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരും. അതുപോലെ മറ്റേ തെലുങ്കാന ബൊമ്മയിൽ പാട്ടെടുക്കുന്ന സമയത്തും
ഒട്ടും വയ്യ. കാരണം അത് ഫുള്ള് വെയിലത്താണ്, മറ്റേ ഫോർട്ടിന്റെ മുകളിലൊക്കെ കയറിയിട്ട്, ചാർമിനാറിന്റെ മുകളിൽ കയറിയിട്ട്. അപ്പോൾ ഒരു 1-2 ഷോട്ടിൽ മാത്രം ഞാൻ തൊപ്പി വെച്ചിട്ടുണ്ട്. ഒട്ടും വയ്യാഞ്ഞിട്ടാണ് എനിക്ക്, കാരണം വെയിൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഞാൻ ഗിരീഷിനോട് ചോദിച്ചു, ബ്രോ ഇത് തൊപ്പിയൊന്നും വെച്ചോട്ടെ, എനിക്ക് ഒരു രക്ഷയില്ല, നിൽക്കാൻ പറ്റില്ല, തലവേദന എടുത്തിട്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കാണുമ്പോഴേ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. കാണുന്ന ആൾക്കാരും അയ്യോ ഈ സമയത്ത് എനിക്ക് വയ്യായിരുന്നു എന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ ഒരു വിജയമാണ്. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഓക്കെ, അപ്പം കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നിയാണ്. പക്ഷെ അങ്ങനെ ഞാൻ പറയുമ്പോഴാണ് ഇപ്പം ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അഖിലയ്ക്കും വയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം. പക്ഷെ നമ്മളത് എല്ലാവർക്കും വയ്യായിരുന്നു ആക്ച്വലി. നസ്രീൻ കിടപ്പായി, മമിത കിടപ്പായി, ത്രോട്ട് ഒരു ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പിക്നിക് മൂഡിൽ തന്നെ ആയിരുന്നു ഈ പരിപാടി. ഈ പടത്തിനോടുള്ള ഒരു ഇഷ്ടം നമ്മുടെ എല്ലാവരുടെയും ആ വർക്കിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. നസ്രിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പ്രാണനാണ് ലൊക്കേഷൻ നിങ്ങൾ ഒരേ സമപ്രായക്കാരെന്ന് തന്നെ പറയാം. എല്ലാവരും നിൽക്കുന്ന ആളാണ്. അത്ര സമപ്രായക്കാരനൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ എന്നാലും രസമായിരുന്നല്ലേ? അതെ അതെ. പിന്നെ നസ്ലീനായിട്ട് ഞാൻ പറഞ്ഞാൽ 3ാമത്തെ പടമാണ് എൻ്റെ കൂടെ. എൻ്റെ ഫസ്റ്റ് പടം പത്രോസിന്റെ പടപ്പുകളിലുണ്ടായിരുന്നു, പിന്നെ 18+ ഉണ്ടായിരുന്നു ഞാൻ 3ാമത്തെ പടം. അപ്പോൾ അവനുമായിട്ടൊരു പ്രത്യേകിച്ച് ഈ പടത്തിലായപ്പോൾ കുറച്ചുകൂടെ നമ്മൾ തമ്മിലൊരു ഒരുമിച്ചൊക്കെ താമസിച്ചു, നമ്മുടെ സ്റ്റേ ഒക്കെ ഒരുമിച്ചൊക്കെ ആയിരുന്നു. ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു എല്ലാവരും സംഗീതമാണെങ്കിലും പത്രോസിന്റെ പടപ്പുകളുടെ എഡിറ്റർ സംഗീതമായിരുന്നു ഫസ്റ്റ് പടം, അതാണല്ലോ. മമിതയുടെ കൂടെ പണ്ട് ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കോവിഡ് സമയത്ത് 2020. മമിതയുടെ പടങ്ങളൊന്നും വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. അതൊരു ചിപ്സ് ഫുഡ് ലോക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തൃശ്ശൂരിലും കണ്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ അതിലൊരു ഞാനും മമിതയായിരുന്നു അഭിനയിച്ചത്, ഹസ്ബൻഡ് വൈഫായിട്ടൊക്കെ. അതിപ്പോ 2 ദിവസം വേറെ കുത്തിപ്പോയി. അപ്പൊ ഇങ്ങനെ ഇവരായിട്ടൊക്കെ പരിചയം, അഖിലയുടെ റീൽസും ഒക്കെ കണ്ടവരൊക്കെ അറിയാം. അപ്പൊ ഈ പരിചയങ്ങൾ കിടക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി ഈ ഒരു കണക്ഷനും പരിപാടികളും. ഇപ്പൊ നസ്ലീനോട് കുറച്ചുകൂടെ ഒരു ക്ലോസ്നെസ് കൂടുതലുണ്ട്, കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു എന്താ പറയുന്നത്, അത്രയും ടാലന്റഡ് ആയിട്ടും അവൻ അതിന്റെ ഒരു ഇതും കാണിക്കാണ്ട്. ഈ പത്രോസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ അവൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്. ഞാനിപ്പോൾ പൊന്മുട്ടൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഓൾറെഡി തണ്ണീർമത്തം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ സ്പേസ് ഉള്ള ഒരു സ്റ്റാറാണ് അവൻ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് സംസാരിച്ച് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഒരു സ്നേഹം ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ഭയങ്കര കൺസിഡറേറ്റിംഗ് ആണ്. അപ്പോൾ അവനൊരു ചായ കുടിക്കുകയാണെങ്കിൽ നമ്മളോടും ചോദിക്കും, നമുക്ക് തന്നിട്ട് അവൻ കുടിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നു അവനോട്. ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നിന്നും മുന്നോട്ട് ഇപ്പോൾ പല ഓഫറുകൾ വരുന്നു. ഇപ്പം നായകനായിട്ട് മാത്രം ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇനിയും സഹനടനം ചെയ്യാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ വില്ലൻ ചെയ്യാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് കോമഡി ചെയ്യാൻ പറ്റും. ഇതാണോ ആറ്റിറ്റ്യൂഡ് പോകുന്നത്, അതെയോ ഏതെങ്കിലും ഒരു എയിമിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്ന സാധനം ചെയ്യണമെന്നോ ഇന്ന സാധനം വേണ്ടെന്നൊന്നും ആലോചിച്ചിട്ടില്ല. പറഞ്ഞ പോലെ ക്യാരക്ടർ എന്താണ്, ക്യാരക്ടറിൻ്റെ കഥയിലെ സ്പേസ് എന്താണ് എന്നുള്ളതാണ്. ആദ്യം എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ബ്രോ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്കറിയാം. ഇപ്പം നസ്ലീനെക്കാട്ടി മേലെ താഴെ എന്നുള്ളതല്ല. കാരണം മെയിനായിട്ട് ഇത് വർക്കാവുന്ന ഞാനൊരു ന്യൂ ഫേസ് ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും. സിനിമ പ്രേക്ഷകർക്ക് അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടുള്ളൊരു ഫേസ് ഒന്നും അല്ല. യൂട്യൂബുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ അറിയാമായിരിക്കും. അപ്പോൾ പിന്നെ ആ ക്യാരക്ടറൈസേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മൊത്തത്തിൽ കുറെ പെർഫോം ചെയ്യാൻ ഒറ്റയ്ക്കുള്ള ഒരു ക്യാരക്ടറാണെങ്കിലും നായകൻ മാധ്യസ് ആണെങ്കിലും നമുക്ക് വില്ലൻ കൊണ്ട് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പറയുന്നത് വിനീതിന്റെ പേരാണ്. അതെ അതെ അതെ. അത് ഗിരീഷിന്റെ ക്യാരക്ടറൈസേഷന്റെ സൂപ്പർ ശരണിലെ അജിത് മേനോനായാലും പറയുന്ന അവരുടെ പേരായിരിക്കും. അതെ, വിയേഡ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി പറയുന്ന പോലെ ആൾക്കാർക്ക് ഇവൻ കൊള്ളാലോ എന്നുള്ള പരിപാടി തോന്നുന്നത്. അപ്പം പക്ഷെ ആ ക്യാരക്ടറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കിപ്പം ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യം എനിക്ക് അത്രയ്ക്കും കൂടെ മനസ്സിലായില്ല പടം ഹിറ്റാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം. പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഈ പറഞ്ഞ പോലെ സീനിയേഴ്സിന്റെ ഒക്കെ റെസ്പോൺസ് വന്നപ്പോൾ വെറുതെ ഒരു ചിരിപ്പിക്കുന്ന ഒരു തമാശ ക്യാരക്ടർ എന്നതിലുപരി പറയുന്നത് ഒരുപാട് ഒരു സീനിയേഴ്സ് ആരെങ്കിലും ഇപ്പോൾ അവരൊക്കെ പറയുന്നത് അതൊരു അങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള ഒരു പരിപാടിയായിരുന്നു എന്നുള്ള. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനുണ്ട് ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആദിയുടെ ഒരു റെസ്പെക്ട് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ കാര്യങ്ങളും ഇനി നോക്കി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞാൽ മറ്റേ നായകനെ ചെയ്യൂ വില്ലനെ ചെയ്യൂ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നല്ല ക്യാരക്ടർ, അതെ അതെ, കഥയിൽ പിന്നെ ചെയ്യാൻ നമുക്കൊരു ത്രില്ല് ചെയ്യാനൊരു ആഗ്രഹം കൂടെ തോന്നണമല്ലോ. അപ്പൊ അതുപോലെ വേറൊരു ക്യാരക്ടർ ഉണ്ട് ബ്രോ എന്ന് പറഞ്ഞു വന്നാൽ കാര്യമില്ല. നമ്മൾ പിന്നെ അത് തന്നെ അതേപോലെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. ശ്യാമിന്റെ ഒരു റീലോ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ താഴെ കാണുമ്പോൾ അല്ലെങ്കിൽ സോങ്ങിന്റെ താഴെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തേക്കാണ് പ്രതിമ വീണിട്ട് അതിന്റെ താഴെ ടിക് 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 ഇത് മാറിപ്പോയ സാധനം. ഒരുപാട് പേര് അന്നേരം ചിരിച്ചാണ്. പിന്നീട് ഈ സാധനം ആൾക്കാർ ഒരുപാട് പേര് നോട്ട് ചെയ്ത് അതിന്റെ താഴെ കണ്ടിരുന്നോ? അത് കമന്റ് ഞാൻ ആക്ച്വലി കമന്റ് വായിക്കല് ഇല്ല, കുറച്ചൊന്നല്ല. ചില സമയത്തൊക്കെ ഭയങ്കര നമുക്ക് നെഗറ്റീവ് അടിക്കാൻ
ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, പല സമയത്തും നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഒക്കെ അടിച്ചിട്ടുണ്ട് കമന്റ് വായിച്ചിട്ട്. ആൾക്കാർ നമ്മൾ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി, കുറച്ചൊന്ന് സൈഡാക്കി. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനെ കമന്റ്സ് ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു ശരിക്കും കമന്റ്? അതാണ് ഏറ്റവും രസമുള്ള, ഭയങ്കര രസം. പുള്ളി ഈ JK ആ പ്രതിമ വീണിട്ട് തെന്നി പോണത് പുള്ളി ചെയ്തേക്കണ ഭയങ്കര രസമുണ്ടെന്നുള്ളത്. അത് എത്ര ഷോട്ടിൽ എത്ര ടേക്കിലാണ് അതൊക്കെ ഓക്കെ ആയിരുന്നത്? അത് ശരിക്കും കുറച്ച് ആ പ്രതിമയുടെ പരിപാടി സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. കാരണം അത് നല്ല വെയിറ്റുള്ള പ്രതിമയാണ്, മറ്റേ തെർമോകോൾ പരിപാടിയൊന്നും അല്ല. അപ്പോൾ ആദ്യം ഈ ആർട്ടിലെ ചേട്ടന്മാർ പറഞ്ഞു ഞങ്ങൾ മറ്റേ കയറ് കെട്ടി പിടിക്കാം, കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്യാറാവുന്ന സമയത്ത് ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് അത് സമ്മതിച്ചില്ല. ഗിരീഷിന് ഭയങ്കര ടെൻഷനായിരുന്നു. എടാ അത് ശരിയാവില്ല, അവൻ്റെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ പണിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് CG യിലാണ് ചെയ്തേക്കുന്നത്, വേറെ പ്ലേറ്റ് വെച്ചിട്ട്. ഇപ്പം ഞാൻ വെറുതെ കിടക്കുകയും പിന്നെ മറ്റത് വീഴുന്നതിൻ്റെ വേറൊരു സംഭവം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കൊന്നൊരു രാവിലെ തൊട്ടൊരു ഉച്ചവരെ വൈകുന്നേരം വരെ അത് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്തത്. അത് ഞാൻ അപ്പോൾ ഇട്ടൊരു സാധനമാണ്. ആ മൊമെന്റിൽ ഇയാളെ മറ്റേ നിരങ്ങി മാറുക എന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു താളത്തിലങ്ങ് നിരങ്ങി ആ സമയത്ത് അത് ഭയങ്കര ചിരിച്ചു അവര്. നമുക്ക് ഇൻസ്റ്റന്റ് റെസ്പോൺസ് കിട്ടും, നമുക്ക് അറിയാലോ പരിപാടി വർക്കാണ്. ആദ്യം തന്നെ ഞാൻ ആദ്യയുടെ ഷൂട്ട് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ സെറ്റിലെ ചേട്ടന്മാരൊക്കെ JK എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അറിയാം ഓക്കെ പരിപാടി അവരാണ് ഏറ്റവും അധികം സെൻസ് ചെയ്യുന്നത് ഒരു സംഭവം വർക്കാണോ അല്ലെന്ന്. ഞാനത് അവളോട് ഗോപിയോട് പറയുകയും ചെയ്തത്, ഇവിടുത്തെ ചേട്ടന്മാർക്ക് ലൈറ്റിലെ ചേട്ടന്മാർ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരൊക്കെ JK എപ്പോൾ വന്നു അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സംഭവം പടത്തിന് എനിക്കറിയില്ല, പക്ഷെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പരിപാടി വർക്ക് ആവുന്നുണ്ട്, കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ ഈ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഈ നിറങ്ങിപ്പോക്കൊക്കെ അതിന്റെ ഭാഗമായിട്ട് കോൺഫിഡൻസ് വരുമല്ലോ നമുക്ക്, റെസ്പോൺസ് കിട്ടുമ്പോൾ. അങ്ങനെ ചെയ്തതാണ്. ശരിക്കും ഇപ്പൊ അടുത്ത പ്രൊജക്ട്സിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അറിയേണ്ട, നമ്മൾ രാജമൗലി സാർ ഇപ്പൊ കാണുന്നു നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു സിനിമയുള്ളത് ശിവകാർത്തികേയൻ, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമ റിലീസ് ആകാൻ പോകുന്നു. എങ്ങനെയുണ്ട് തമിഴിലേക്ക് ഒരു എൻട്രി വരുന്നത്? തമിഴ് ശരിക്കും 18+ സോണി ലീവിൽ വന്ന് OTT സോണി ലീവ് ആയിരുന്നു. സോണി ലീവിൽ കണ്ടിട്ട് അതിൽ ആ തമിഴ് ഡയറക്ഷൻ ടീമിൽ ഒരു മലയാളി കുട്ടിയുണ്ട്, അഖില എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്തെ ഏരിയ. പുള്ളിക്കാരി ഓൾറെഡി എൻ്റെ പൊന്മുട്ടയിലെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളാണിങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് ഒരു കുറേ ആൾക്കാർ ഇങ്ങനെ സായി പല്ലവിയുടെ ഒരു ബ്രദർ ക്യാരക്ടറാണ്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് അപ്രോച്ച് ഒക്കെ ചെയ്തു. ചിലർക്ക് സമയമില്ല, ചിലർ അവർക്ക് വർക്കായില്ല, അങ്ങനെയൊക്കെ പോയതാണ്. അപ്പോൾ അപ്പോഴാണ് എൻ്റെ ഭാഗ്യത്തിന് 18+ കറക്റ്റ് ടൈമിൽ OTT വന്നു. പുള്ളിക്കാരി റാൻഡംലി ഒരു ദിവസം രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ എടുത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ആ പൊന്മുട്ടയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിയാണല്ലോ. അപ്പോൾ അവൾ സജസ്റ്റ് ചെയ്തു, അവർക്ക് സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മലയാളി ആക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓഡീഷൻ ഉണ്ടായിരുന്നില്ല ശരിക്കും. അതിൻ്റെ ഫസ്റ്റ് അസിസ്റ്റന്റ് നവീൻ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് പോലെ ഇവിടുത്തെ പുള്ളിക്കാരനെയും അഖിലയും ഞാനുമായിട്ടൊരു ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. വീഡിയോയിൽ വിളിച്ചിട്ട് സംസാരിച്ചു, ലുക്കിൻ്റെ കാര്യങ്ങളും ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഡയറക്റ്റ് ഷൂട്ട് പരിപാടിയിലോട്ടായിരുന്നു പോയത്. അതൊരു സായി പല്ലവിയുടെ ചേട്ടൻ ശിവകാർത്തികേയൻ എന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അവരുടെ മുമ്പിൽ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം അഖിലോട് ചോദിച്ചാൽ എനിക്ക് ശിവകാർത്തികേയൻ സാറുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൾ ആദ്യം പറഞ്ഞു ആ ഉണ്ട് ചേട്ടാ. അത് അവൾ ഇവളോടൊന്നും പറയത്തില്ല കേട്ടോ. ഇവള് ഈ തമിഴ് സിനിമയിൽ ഭയങ്കരമായിട്ട് സീക്രസി കീപ്പ് ചെയ്യല്ലോ, ഒന്നും പുറത്ത് പറയില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയുന്നില്ല എന്താണ് പരിപാടി, ക്യാരക്ടർ ഇങ്ങനെ ബ്രദറാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ഐഡിയ എനിക്ക് അറിയില്ല എന്താണ് ക്യാരക്ടർ. അപ്പോൾ ഞാൻ SK ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പുള്ളിക്കാർ പറയുന്നത് ആ ഉണ്ട് ചേട്ടാ, ഈ കല്യാണത്തിൻ്റെ കുറച്ച് മറ്റേ മൊണ്ടാജും പരിപാടികളും ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പുറകിൽ നിൽക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മതി പുറകിലായാലും പുള്ളിയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അത് മതി. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ 4-5 ദിവസം കണ്ടിന്യൂസ്ലി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയായിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയൊക്കെ ആയി പറയാൻ സംസാരിച്ചു. ഭയങ്കര ഒരു മനുഷ്യനാണ്. ഈ തമിഴ് ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരിക്കും. SK സാറാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ ലേറ്റായപ്പോൾ പുള്ളിക്കാരൻ വാങ്ങി തന്നു ഫുഡ്. പുള്ളിക്കാരൻ്റെ ആൾക്കാരെ കൊണ്ട് ഫുഡ് വാങ്ങിപ്പിച്ചിട്ട് സാപ്പിടുங்க എന്ന് പറഞ്ഞിട്ട് ഒരു ടാൻഡ്രംസും ഇല്ലാത്ത ഒരാളാണ്. ഒരു സ്റ്റാറായിട്ട് പോലും പുള്ളിക്കാരൻ ഷോട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോയിരിക്കും, അത്രേ ഉള്ളൂ. ചെയറിൽ പോയിരിക്കും, അല്ലെങ്കിൽ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര. പിന്നെ സായി പല്ലവി ആണെങ്കിലും സായി പല്ലവിയുടെ പ്രോസസ്സ് കാണാൻ ഭയങ്കര രസമാണ്. പുള്ളിക്കാരി അഭിനയിക്കുന്നതും അതിലെത്രത്തോളം ഇൻവെസ്റ്റഡ് ആണെന്നുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ കുറെ ആൾക്കാരുണ്ട്, ഞാനിപ്പോൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, രഹസ്യം കാത്തു. ഇവരുടെ രണ്ടുപേരുടെ പേര് പറഞ്ഞോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഈ സായി പല്ലവി ബ്രദർ എന്നുള്ള കാര്യം ഒരു ഇന്റർവ്യൂവിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷനായി, കാരണം അത് അപ്പോഴേക്കും ട്വിറ്ററിലൊക്കെ വരാൻ തുടങ്ങി, ഇന്ന ആളാണ് സായി പല്ലവിയുടെ ബ്രദർ എന്ന്. പിന്നെ ഞാനോട് ചോദിച്ചാൽ പറഞ്ഞു അത് കുഴപ്പമില്ല, ഇനി കൂടുതലൊന്നും പറയേണ്ടിരുന്നാൽ മതി, ഇത്രയൊക്കെ ഓക്കെ ആണ്. അപ്പൊ അതുകൊണ്ട് പടം റിലീസ് ഈ വർഷം ഉണ്ടാവും പറയുന്നത്. അമരൻ. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു ടേക്ക് ബാക്ക് എന്ന് പറയുന്ന കമൽ ഹാസനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അതിലും വലിയൊരു സൗഭാഗ്യം എന്താ പറയാ, കമൽ സാർ കാണും പടം.
എന്നുള്ളത് ആണ്. ഒരു ഭയങ്കര ലക്കാണ്. ഇപ്പം പ്രേമലു ആണെങ്കിലും ഇത്രയും ഹ്യൂജ് ഹിറ്റ് ആയപ്പം അന്യഭാഷയിലുള്ള എല്ലാ മേജർ സിനിമ ടെക്നീഷ്യൻസും കാണുന്നു, നമ്മളെ കാണുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ബ്രോ. ഇപ്പം അവര് നമ്മളെ ഇത് കണ്ടിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുകയോ എന്നുള്ളതല്ല, ഇങ്ങനെയുള്ളൊരു വലിയ പടത്തിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ നല്ല പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് അവർ ആ സിനിമ കാണുമ്പോൾ നമ്മളെ കാണുന്നുണ്ട് എന്ന് പറയുന്നത്. മമ്മൂക്ക പടം കണ്ടു എന്ന് പറയുന്നത് കേട്ടു പ്രേമലു. അപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മമ്മൂക്ക എന്നെ കണ്ടു എന്ന് പറയുന്നത് മതി, എനിക്കത് മതി. ഓക്കെ, ഹാപ്പി. ഇപ്പൊ പല കമന്റ്സിലും വരുന്ന ഞാൻ 1-2 കമന്റ്സ് കണ്ടാണ്. നമ്മളുടെ മലയാള സിനിമയില് പലരുടെയും ഗ്യാപ്പുകൾ നികത്താൻ ഓരോ കാലത്തും ആളുകൾ വരുന്നുണ്ട്. അങ്ങനെ ചില ആളുകളുടെ ഗ്യാപ്പുകൾ നിർത്താൻ വന്ന ആളുകളാണ് നസ്ലിൻ, ഇപ്പൊ ശ്യാം, മമിത. നിങ്ങളെ 3 പേരെ ഫോക്കസ് ചെയ്താണ് പറഞ്ഞത്. ഒരുപാട് പേരുടെ ഇപ്പം നമുക്ക് ചില ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇൻഡസ്ട്രിയാണ്, പക്ഷെ നമുക്ക് വിരലിലെണ്ണാവുന്ന ആർട്ടിസ്റ്റേ ഉള്ളൂ. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ നമുക്ക് ചില ആളുകൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ആ വിടവ് നിർത്താൻ വേണ്ടി വന്നവരാണ് ശ്യാമ, നസ്ൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അവാർഡുകളാണ് പ്രേക്ഷകരുടെ, സാധാരണ ആളുകളാണ് ഈ കമന്റ്സ് എല്ലാം ചെയ്തേക്കുന്നത്. സമയം കിട്ടുമ്പോഴത്തെ വായിച്ചു നോക്കും. വായിക്കാറുണ്ട്, തീരെ വായിക്കാറില്ല. ചിലതിന്റെ ഒരു ചില പോസ്റ്റുകളുടെ ഒരു നേച്ചർ നമുക്ക് കാണുമ്പോൾ അറിയാലോ. പ്രേമലുവിന്റെ ഒന്നും നെഗറ്റീവ് ഒന്നും വന്നില്ല. എനിക്ക് പ്രേമലുവിന്റെ റൈറ്റപ്സ് ഒക്കെ വരുന്നത് ഒരുവിധം എല്ലാം പറഞ്ഞ പോലെ പോസിറ്റീവ് ആണെങ്കിലും യൂട്യൂബ് കമന്റ് ഒക്കെ ഞാൻ പാട്ടൊക്കെ ഇറങ്ങിയ സമയം നോക്കുമായിരുന്നു, ഈ ആൾക്കാർ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് അറിയാം. പക്ഷെ പറഞ്ഞ പോലെ നല്ല, പിന്നെ നമുക്ക് പേഴ്സണലി വരുന്ന മെസ്സേജുകളാണ് കുറെ കൂടെ എനിക്ക് കുറച്ചുകൂടെ ഹൈ തരുന്നത്. ഭയങ്കര നല്ല മെസ്സേജുകളാണ്. ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേസ്ബുക്കിലാണെങ്കിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, സോറി. കാരണം അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട്. മാക്സിമം ഞാൻ എന്തെങ്കിലുമൊക്കെ അവർ വരച്ചിടുന്ന പടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പേഴ്സണലി ഇരുന്ന് മെസ്സേജ് അയക്കാനുള്ള ഒരു സമയം പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും കാണുന്നുണ്ട്, അത് ഭയങ്കര സന്തോഷം. എല്ലാവരും സമയം, കാരണം ഒരുപാട് പേര് വെച്ച് കൊച്ചുകുട്ടികൾ അവരുടെ മക്കള് ഈ JK കാണിക്കുന്നു. എന്റെ മോൻ സിനിമ ഒന്നും മനസ്സിലായില്ല, പക്ഷെ അവൻ എൻജോയ്, ചില സിനിമകൾ കാണുമ്പോൾ അവൻ മിണ്ടാണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ഇവരെടുത്ത് അയക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ. പിന്നെ ഒരുപാട് തവണ ഇപ്പൊ ഒരു ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടി 14-17 തവണ പടം കണ്ടു. ഭാവന സ്റ്റുഡിയോസ് അവർക്ക് പാസ് കൊടുത്ത കുട്ടിക്ക്, കൊല്ലത്തുള്ള ഒരു കുട്ടി. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് 4 തവണ 5 തവണ 11 തവണ കണ്ട ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇത്രയും എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടം ഇത്രയും ആൾക്കാർ കണ്ടൊരു പടം വരെ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൽ വീണ്ടും നമ്മളെയാണല്ലോ കാണുന്നത്. അപ്പൊ നല്ല സന്തോഷമുണ്ട്. ഈ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് പൊന്മുട്ട സമയത്തൊക്കെ പോയതാണ്. ഇനാഗ്രേഷൻ ഒക്കെ ഒരുപാട് വിളികൾ വരുന്നില്ല. ലൈഫ് ശരിക്കും എങ്ങനെ മാറി പ്രേമലു ഇറങ്ങിയതിന് ശേഷം? ഇനാഗുറേഷൻ വന്നു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. തൽക്കാലം അങ്ങനെ അധികം പോയിട്ടില്ല. ഞാൻ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ആ ഒരു ആൾക്കാർ തിരിച്ചറിയുന്നതിൻ്റെ സന്തോഷം ഉറപ്പായിട്ടുണ്ട്. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈ എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മുടെ വർക്ക് കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം, വേറെ എന്തിനേക്കാട്ടിലും. അത് പക്ഷെ കുറേയൊക്കെ യൂസ്ഡ് ആയി തുടങ്ങി നമ്മൾ. ഓക്കെ, പക്ഷെ എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്നതല്ല, അത് നമുക്കതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കരിയറിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്നുള്ളൊരു ക്യാരക്ടർ ഓക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. ഇനി ഞാൻ എന്തൊക്കെയാണ്, ആ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതേ ഓഡിയൻസ് തന്നെ നാളെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി മോശമാണെങ്കിൽ ഇവർ തന്നെ എന്നെ വലിച്ച് താഴെയിട്ട് ചവിട്ടി കീറും. അപ്പോൾ അതാണ് ഇപ്പോൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ നമ്മൾ ഈ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പം, കോഴിക്കോടൊക്കെ പോയപ്പം ഭയങ്കര ക്രൗഡ് റെസ്പോൺസ് ആയിരുന്നു. നമ്മളവിടുത്തെ തിയേറ്ററിൽ, കോഴിക്കോട് രാധാ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 900 സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററാണ്. അപ്പം ഞങ്ങൾ പോയ ഷോ ഉച്ചയ്ക്കുള്ള 2:30 ഷോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. ആ ഷോ ഫുള്ളായിരുന്നു. 6:30 ഷോ ഫുള്ളായിരുന്നു. രാത്രി 9:30 ഷോ ഫുള്ളായിരുന്നു. പിന്നെ 12 മണിക്കുള്ള ഷോ അതും ഫുള്ളായിരുന്നു. 900 സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ഞാനീ പറയുന്നത്. അപ്പോൾ അത്രയും ഞങ്ങൾ ചെന്ന ഷോയിൽ അത്രയും ആൾക്കാർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങളെ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷം അത് വല്ലാത്തൊരു ഹൈ ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയിട്ട് വണ്ടി നിർത്തിയിട്ട് ഞാനും നസ്ലിനും സംഗീതം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. നസ്ലിനെ കുറച്ചുകൂടെ തണ്ണീർമത്തൻ സമയത്ത് കിട്ടിയിട്ടുണ്ടാവും, സംഗീതം എനിക്കും ഒട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ നസ്ലിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഈ പടം എന്ന് പറയുന്നത്, ഒരു ആസ് എ ലീഡ് ആക്ടർ. അപ്പോൾ ഈ പറയുന്ന ഓഡിയൻസിന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടും ഇങ്ങനെ തന്നെ വിജയങ്ങൾ തുടരട്ടെ, തുടർന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.